നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരനെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ വിവിധ ജില്ലകളിലായി 16 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് മല്ലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിട്ട് രോഗബാധിതരായ നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് താമസമൊഴിയാനാണ് ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയ നിർദ്ദേശം. പഞ്ചായത്ത് ധനസഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് കഴിയുന്നത്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കിണർ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു. പരിസരവാസികൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നതും ദയനീയമായ അവസ്ഥയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് 19-ന് ജനങ്ങൾക്കായി തുറന്നു നൽകും. ഏറെ നാളത്തെ ജനങ്ങളുടെ ഗതാഗത കുരുക്കിനെയാണ് ഇതോടെ പരിഹാരമാക്കുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എന്നാരോപിച്ച് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദയാത്ര സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്ര നടക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂരടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. പാർട്ടി പറഞ്ഞു, സഹോദരങ്ങൾ ഏറ്റെടുത്തു. പച്ചക്കറി കൃഷിയിൽ തുടർച്ചയായി 100 മേനി വിളവുമായി രാവണേശ്വരത്തെ സഹോദരങ്ങളായ രാധാകൃഷ്ണനും മഞ്ജുനാഥും. ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന ആശയവുമായി CPIM-ന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും ആഹ്വാനമനുസരിച്ചാണ് ഇവർ ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വാർത്തകൾ വിശദമായി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരനെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ വിവിധ ജില്ലകളിലായി 16 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡേറ്റിംഗ് ആപ്പിലൂടെ ചന്ദേര പോലീസ് പരിധിയിലെ 16-കാരനുമായി സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 കേസുകളിൽ വിവിധ ജില്ലകളിലായി 16 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേർ കൂടി അറസ്റ്റിലായതോടെ ഇതുവരെ 12 പേർ വിവിധ കേസുകളിൽ റിമാൻഡിലായി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും പയ്യന്നൂർ പെരുമ്പയിലെ കണ്ണട വ്യാപാര സ്ഥാപനത്തിൽ മാനേജറുമായ NP പ്രജീഷ് എന്ന ആൽബിൻ, കോഴിക്കോട് കിനാശ്ശേരിയിലെ അബ്ദുൾ മനാഫ് എന്നിവരാണ് ഒടുവിൽ അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിലെ 5 പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് കേസുകൾ അന്വേഷിച്ചു വരുന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ഉന്നതരടങ്ങുന്ന സംഘം പീഡിപ്പിച്ചത് വീടുകളിലും ലോഡ്ജുകളിലും ബീച്ചിനടുത്തുള്ള കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണെന്ന അന്വേഷണ സംഘം പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഫുട്ബോൾ പരിശീലകൻ, യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവരാണുള്ളത്. പയ്യന്നൂരിലെയും ചെറുവത്തൂരിലെയും വിവിധ ലോഡ്ജുകൾ, കാലിക്കടവിലെ ക്ലബ്ബ് ഓഫീസ്, വിദ്യാർത്ഥിയുടെയും കേസിൽ ഉൾപ്പെട്ട ചിലരുടെ വീടുകളിലും എത്തിച്ചായിരുന്നു പീഡനം. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് വിദ്യാർത്ഥി ലൈംഗികാതിക്രമത്തിന് ഇരയാവുന്ന കേസുകൾ അപൂർവമാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് മല്ലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിട്ട് രോഗബാധിതരായ നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് താമസം ഒഴിയാനാണ് ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയ നിർദ്ദേശം. പഞ്ചായത്ത് ധനസഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് കഴിയുന്നത്. സെപ്റ്റംബർ 20-നോ വീട് പൂട്ടി താക്കോൽ നൽകണം, അല്ലെങ്കിൽ ഈ മാസം 22-നോ പോലീസുമായി വന്ന് താമസമൊഴിപ്പിക്കും. ഇതാണ് കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖ അധികൃതർ ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നിലവിൽ താമസിക്കുന്ന വീട് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 4 ലക്ഷം രൂപ ധനസഹായത്തോടെയാണ് നിർമ്മിച്ചത്. നിർധന കുടുംബത്തിനോ ഇനി പോകാൻ മറ്റിടങ്ങളില്ല. 2014-ൽ കുടുംബം വീട് നിർമ്മാണത്തിനായി 2,40,000 രൂപ വായ്പ എടുത്തിരുന്നു. എന്നാൽ വെള്ളം കിട്ടാത്ത പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ചതോടെ അതിനായി പണം ചിലവഴിച്ചു. ഇതോടെ തിരിച്ചടവും മുടങ്ങി. ഏക ആശ്രയമായ മകനും മകന്റെ കുട്ടിയും രോഗബാധിതരായതോടെ ദുരിതം ഇരട്ടിച്ചു. 5,80,000 രൂപ അടക്കുവാനാണ് കേരള ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. ലോണെടുത്ത് പൈസ പാസ്സായി കഴിഞ്ഞ് ഞങ്ങൾ 3 ഗഡുവായിട്ട് 2,40,000 വാങ്ങിച്ചു. അതുകൊണ്ട് ചെറുതായിട്ട് ഒരു പെരയും വെച്ചു. അതിൽ ഞങ്ങൾ കയറി താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അത് മഴക്കാലത്തായതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. വേനലായപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നു.
ഞങ്ങളുടെ അയൽവാസി പറഞ്ഞു നിങ്ങൾക്ക് ബോർ വേണം, എൻ്റെ വണ്ടിക്ക് ലീവുണ്ട്, ബോറടിച്ച് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം എൻ്റെ മോൻ പറഞ്ഞു പൈസ ഇപ്പം ഇല്ല, അത് പൈസ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബോറടിച്ച് പൈസക്ക് ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞു പൈസ തരാൻ പറ്റുകയില്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ലോണായിട്ട് 50,000 രൂപ തരാം, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ജാമ്യത്തിന് കൊടുക്കാൻ പറഞ്ഞു. നമുക്കത് പറ്റുകയില്ല, നിവൃത്തിയില്ല, ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല ബാങ്കിൽ. അതുകൊണ്ട് ഈ പൈസ ഈ അയൽവാസിക്ക് കൊടുക്കേണ്ട 60,000 രൂപ അത് കൊടുത്ത് തീർക്കാൻ ഞങ്ങൾ 2 വർഷത്തോളം എടുത്തു. ഞങ്ങൾക്കത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് ഈ ബാങ്കിലേക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് അവരുടെ വീട്ടിലിരുന്ന മോട്ടർ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. അതിൻ്റെയും കൂടെ പൈസ ഞങ്ങൾ കൊടുക്കണം. ഈ പൈസ അടച്ചു തീർന്നപ്പോഴത്തേക്കും ബാങ്കിൽ പലിശ കയറി കൂടുതലായി വന്നു. ഉദ്ധാരമതികളുടെ സഹായം തേടുന്ന കുടുംബം നീലേശ്വരം ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കിണർ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു. പരിസരവാസികൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നതും ദയനീയമായ അവസ്ഥയാണ്. ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഒരു കിണർ കാണാം. എന്നാൽ ആ കിണറിലേക്ക് ഒന്ന് എത്തിനോക്കിയാൽ ആരും അമ്പരന്നു പോകും. പ്ലാസ്റ്റിക്കുകളും കുപ്പികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാഴ്ച ആരെയും അമ്പരപ്പെടുത്തുന്നതാണ്. പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുന്നതിനായി നഗരസഭ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളത് വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതിന് തെളിവാണ് ഈ കിണറിൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും. അത് ഓൻ ഈ ചാടുന്നതിന് അറിഞ്ഞില്ലല്ലോ, ഓൻ വേസ്റ്റ് കൊട്ടാന്ന് വെക്കല്ലേ, ഒന്നാമത് മരമെല്ലാം കുടുങ്ങി നിൽക്കുന്നല്ലേ, അപ്പൊ കാണുമ്പോൾ എല്ലാവർക്കും വേസ്റ്റ് കൊട്ടാന്നേ തോന്നുന്നു. ദയനീയ അവസ്ഥയാണ് മൊത്തപ്പെടുന്നത്. ആ കിണറ് ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികൊണ്ട് വന്നിട്ടാണ്. അത് ആ വെള്ളത്തോടെ ആൾക്കാർ മുഴുവൻ കണ്ട് ബാക്കി കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റേണ്ടതാണ്. കിണറ് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. അതിലൊന്നും ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട് പറയുന്നത്. പ്ലാസ്റ്റിക് മുക്ത നഗരത്തിൽ കുമിഞ്ഞുകൂടിയ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കാഴ്ച ഏറെ ദയനീയമാണ്. ജയരാജ്, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ ബസ് സ്റ്റാൻഡ് 19-ന് ജനങ്ങൾക്കായി തുറന്നു നൽകും. ഏറെ നാളത്തെ ജനങ്ങളുടെ ഗതാഗത കുരുക്കിനെയാണ് ഇതോടെ പരിഹാരമാക്കുന്നത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് യാർഡ് നാളെ തുറന്നു കൊടുക്കും. 6 മാസത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ചു തുടങ്ങും. കുണ്ടും കുഴിയുമായിരുന്ന ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യാനാണ് അടച്ചിട്ടത്. ഏപ്രിൽ 1 മുതലാണ് ബസ്സുകളുടെ പ്രവേശനം നിരോധിച്ചത്. 1.5 മാസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന പ്രവൃത്തിക്കായി 6 മാസത്തേക്ക് അടച്ചിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. 1.5 മാസം ഒരു ജോലിയും തുടങ്ങാതെ വെറുതെ അടഞ്ഞുകിടക്കുകയായിരുന്നു. പിന്നീട് മഴ തുടങ്ങിയതോടെയാണ് ടാറിളക്കുന്ന ജോലി പോലും തുടങ്ങിയത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായതോടെയാണ് ജോലിക്ക് വേഗത കൈവന്നത്. ഓണത്തിന് മുമ്പ് തുറന്നു കൊടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിലും പാലിച്ചില്ല. 19-ന് രാവിലെ 10-ന് ചെയർപേഴ്സൺ KV സുജാത യാർഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട് നിവാസികളുടെ നിരവധി നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡ് യാർഡ് ഏറ്റവും വൃത്തിയായി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് പൂർത്തിയാവുകയാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്ത് തുറന്നു കൊടുക്കുകയാണ്. നാളെ ഈ വരുന്ന 19-ാം തീയതി രാവിലെ 10:30-ക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടാണുള്ളത്. 63 ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭ വളരെ മനോഹരമായി ആ ബസ് സ്റ്റാൻഡ് യാർഡ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ചുറ്റിലും നടപ്പാതയും അതുപോലെ തന്നെ കൈവരികളും വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമുണ്ട്. അപ്പോൾ നാളെ 10:30-ക്കാണ് ഉദ്ഘാടന ചടങ്ങ്. എല്ലാവരെയും, പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതെ മുഴുവൻ നാട്ടുകാരെയും ആ ഒരു ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ കൃത്യം 10:30-ന് നാളെ. ഇതോടെ 6 മാസക്കാലമായി സ്റ്റാൻഡ് പരിസരത്ത് അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ജയരാജ്, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എന്നാരോപിച്ച് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദയാത്ര സംഘടിപ്പിച്ചു.
സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്ര നടക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂരടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെയാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ തൊഴിലാളി സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്ര സേവനത്തിന്റെ ഉദാത്ത മാതൃകയിൽ അധിഷ്ഠിതമായി അധ്വാനം ആരാധനയായി കാണുന്ന ഒരു സമൂഹം പിറവിയെടുത്തു. 1962 ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ BMS സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഭാരതീയ മസ്ദൂർ സംഘവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ആചരിക്കുന്നതുമായ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ് ഇന്ന്. ആ സുദിനത്തിലാണ് നാം ഇന്നൊരു ഇത്തരത്തിലൊരു പ്രക്ഷോഭയാത്ര ആരംഭിക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ അത് മെയ് 1 എന്നാണ് നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു വഞ്ചനയുടെ ദിനമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പോകുന്ന സമയം കുറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കി മാത്രം, മെയ് 1 എന്ന് പറയുന്നത് ഏകദേശം റഷ്യയും ജർമ്മനിയും തമ്മിൽ, അതായത് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ കാണുന്നത് വരെ ലോക ഫാസിസ്റ്റ് ദിനമായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി സുധീഷ് മുത്തപ്പൻതറ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ കോളോത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ വാഴക്കോട്, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കോളോത്ത്, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ഠം, മേഖലാ ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ കുമാർ അത്തിക്കോത്ത് സ്വാഗതവും മുനിസിപ്പൽ ട്രഷറർ വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാർട്ടി പറഞ്ഞു, സഹോദരങ്ങൾ ഏറ്റെടുത്തു. പച്ചക്കറി കൃഷിയിൽ തുടർച്ചയായി 100 മെനി വിളവുമായി രാവണേശ്വരത്തെ സഹോദരങ്ങളായ രാധാകൃഷ്ണനും മഞ്ജുനാഥും ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആശയവുമായി CPIM-ന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും ആഹ്വാനം അനുസരിച്ചാണ് ഇവർ ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത്. രാവണേശ്വരത്തെ സഹോദരങ്ങളായ രാധാകൃഷ്ണനും മഞ്ജുനാഥനും പച്ചക്കറി കൃഷിരംഗത്തെ പരിചയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങളായി ഇവർ കൃഷി ചെയ്ത് വിവിധ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പച്ചക്കറി കൃഷി വിളവെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഇവർ പറയുന്നു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആശയവുമായി CPIM-ന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിൻ്റെയും ആഹ്വാനമനുസരിച്ചാണ് ഇവർ ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത്. പാർട്ടിയുടെയും മറ്റ് ബഹുജന കർഷക സംഘടനകളുടെയും ഭാരവാഹിത്വം വഹിക്കുന്നതിനോടൊപ്പമാണ് ഇവർ കൃഷിയും കൊണ്ടുപോകുന്നത്. അൻപത് സെൻറ് സ്ഥലത്ത് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. നരമ്പനും മറ്റ് വിളകളായ പാവയ്ക്ക, കക്കിരി, പയർ, വെണ്ട തുടങ്ങിയവയാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത്. രാവണേശ്വരത്തെ പാരമ്പര്യ കർഷകനും അജാനോ കൃഷിഭവൻ്റെ മികച്ച കർഷക അവാർഡ് ജേതാവ് കൂടിയായ കരിപ്പാടക്കൻ ചന്തുവിൻ്റെ മക്കളാണ് സഹോദരങ്ങളായ മഞ്ജുനാഥനും രാധാകൃഷ്ണനും. കൃഷിയിറക്കാൻ വൈകിയത് കാരണം ഓണത്തിന് വിളവെടുക്കാൻ സാധിച്ചില്ലെങ്കിലും തങ്ങളുടെ സംഘടനയുടെ ആഹ്വാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും തങ്ങളുടെ ഈ കൃഷി കണ്ട് യുവതലമുറയും കാർഷിക പച്ചക്കറി കൃഷിരംഗത്തേക്ക് വരും എന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും ഇവർ പറയുന്നു. പച്ചക്കറി രംഗത്ത്
സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ഗവൺമെൻറ് ഈ ഓണത്തിന് ജൈവ പച്ചക്കറി വ്യാപകമായി കൃഷി ചെയ്യണം എന്ന ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPIM ആഹ്വാനത്തിനനുസരിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരായ ഞാൻ കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. എൻ്റെ ഏട്ടൻ മഞ്ജുനാഥൻ കർഷക തൊഴിലാളിയുടെ ചിത്താരി വില്ലേജ് കമ്മിറ്റി മെമ്പർ ആണ്. ആ നിലയിലാണ് ഈ കൃഷി ഇവിടെ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ കാലവർഷം കനത്തതോടുകൂടി നമുക്ക് ആദ്യം ഓണത്തിന് മുമ്പേ വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. കാലവർഷം വലിയ രീതിയിൽ ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് വിളവിറക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് കാലവർഷം കുറച്ച് കുറഞ്ഞപ്പോഴാണ് കൃഷി ഇറക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓണത്തിന് വിളവെടുപ്പ് നടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീട് നല്ല രീതിയിൽ തന്നെ വിളവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃഷി ഇറക്കാൻ വൈകിയതിനാലും കാലാവസ്ഥ പ്രതികൂലമായതിനാലും ഓണവിപണി നഷ്ടം വന്നുവെങ്കിലും നല്ല വിളവ് ലഭ്യമായിട്ടുണ്ടെന്ന് P. മഞ്ജുനാഥൻ പറഞ്ഞു. പച്ചക്കറി കൃഷിസ്ഥലത്ത് തന്നെ ആളുകൾ വാങ്ങാനെത്തുന്നതുകൊണ്ട് വിപണിയെ ഒരു പരിധിവരെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ലെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. രാവണേശ്വരം കുന്നുപാറയിലെ കൃഷിസ്ഥലത്ത് നടന്ന വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K. രാജ്മോഹനൻ നിർവഹിച്ചു. സഹോദരങ്ങളുടെ കൃഷിയിലെ മാതൃക മറ്റുള്ള ആളുകളും പിന്തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓണത്തിന് ജൈവ പച്ചക്കറി കൃഷി നടത്തണമെന്നതിൻ്റെ ഭാഗമായി രാവണേശ്വരത്ത് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് P. രാധാകൃഷ്ണനും കർഷക തൊഴിലാളി യൂണിയൻ ചിത്താരി വില്ലേജ് കമ്മിറ്റി അംഗം സഖാവ് മഞ്ജുനാഥുമാണ് ഇവിടെ ഈ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത്. ഓണ സമയത്ത് തന്നെ വിളവെടുക്കണം എന്നുള്ള തീരുമാനമാണ് CPIM-ഉം കർഷക സംഘവും കർഷക തൊഴിലാളിയും എല്ലാം. ആ നിലയിലാണ് കൃഷി ഇറക്കാൻ തീരുമാനിച്ചത്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. സഹോദരങ്ങളുടെ ഈ കൃഷി സമൂഹത്തിന് ഒരു മാതൃകയാണെന്നും അജാനൂരിൻ്റെ കാർഷിക രംഗത്ത് ഇവർ മുതൽക്കൂട്ടാണെന്നും അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ആഹ്വാനപ്രകാരം വ്യാപകമായ നിലയിൽ ജൈവ പച്ചക്കറികൾ ഓണത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിച്ചു വരികയാണ്. ഓണം കഴിഞ്ഞതിന് ശേഷവും ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ നമ്മുടെ നാട്ടിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കർഷക സംഘത്തിൻ്റെ നേതാവ് രാധാകൃഷ്ണനും അതുപോലെ തന്നെ കർഷക തൊഴിലാളി നേതാവ് മഞ്ജുവേട്ടനും ചേർന്ന് വിപുലമായ നിലയിലേക്കുള്ള ജൈവ പച്ചക്കറി കൃഷിയാണ് നടത്തിയിട്ടുള്ളത്. കർഷക സംഘം ചിത്താരി വില്ലേജ് പ്രസിഡന്റ് B. മാധവൻ സംബന്ധിച്ചു. ആദ്യമേ തന്നെ കൃഷിക്കാരനായിരുന്ന മഞ്ജുനാഥൻ പ്രവാസ ജീവിതത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൃഷിയിലേക്ക് സജീവമായി തിരിഞ്ഞിരിക്കുന്നത്. പ്രവാസി സംഘത്തിൻ്റെ ഏരിയ ട്രഷറർ, കർഷക തൊഴിലാളി ചിത്താരി വില്ലേജ് ജോയിൻറ്റ് സെക്രട്ടറി, രാവണേശ്വരം വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു മഞ്ജുനാഥൻ. കർഷക സംഘം ജില്ലാ കമ്മിറ്റി മെമ്പറും കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റുമായ P. രാധാകൃഷ്ണൻ രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡന്റും ചിത്താരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുക്കോട് ബ്രാഞ്ച് മാനേജർ കൂടിയാണ്. കൂടാതെ നാട്ടിലെ കലാകായിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യം കൂടിയാണ് രാധാകൃഷ്ണൻ. ഫോക്ലോർ അക്കാദമിയുടെ മികച്ച ഫോക്ലോർ ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് കൂടി നേടിയിട്ടുണ്ട് ഇദ്ദേഹം. ഇവരുടെ മറ്റ് സഹോദരങ്ങളും കാർഷിക രംഗത്ത് സജീവമായി തന്നെ തുടർന്നു പോകുന്നുണ്ട്. ബാലകൃഷ്ണൻ ബാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈവിധ്യങ്ങളുടെ കലവറകൾ ചേർത്ത് മേലാങ്കോട്ട് സ്കൂളിൽ ശാസ്ത്രോത്സവം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഭാവനകൾ കണ്ടെത്തുന്നതിനായുള്ള സ്കൂൾ ശാസ്ത്രോത്സവം മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UPS സ്കൂളിലാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ നടന്നത്. ശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, ഗണിതമേള, പ്രവൃത്തി പരിചയമേള, IT മേള എന്നീ ഇനങ്ങളിൽ 31 ഇനങ്ങളിലായി 268 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് G. ജയൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ KV നാരായണൻ, സ്റ്റാഫ് സെക്രട്ടറി P. ശ്രീകല, സീനിയർ അസിസ്റ്റന്റ് KV സൈജു എന്നിവർ സംസാരിച്ചു. AC KNS GUPS മേലാങ്കോട് മുഴുവൻ കുട്ടികളുടെയും ഒരു പങ്കാളിത്തത്തോടുകൂടി ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയമേള സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി
കൃത്യമായ ആസൂത്രണം നടത്തി ഇന്ന് അത്തരത്തിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 422 കുട്ടികളാണ് പ്രീ പ്രൈമറി വരെ ഉൾക്കൊള്ളുന്നതെങ്കിലും അതിൽ ഏകദേശം 300-ലേറെ കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കാളികളാണ്. കുട്ടികളുടെ സ്വയമേവയുള്ള പ്രയത്നത്തിൻ്റെയും ശ്രമത്തിൻ്റെയും ഫലമായുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും നവരാത്രി ആഘോഷത്തിനും ഞായറാഴ്ച തുടക്കമാവും. പരിപാടിയുടെ വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ട 64 വർഷങ്ങൾക്കു ശേഷം വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും നവരാത്രി ആഘോഷങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 21 ഞായറാഴ്ച രാവിലെ 10 കലവറ ഘോഷയാത്ര വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. വൈകിട്ട് 5 ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരി, യജ്ഞാചാര്യൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരം, എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ എന്നിവർക്ക് ആചാര്യ വരവേൽപ്പ് നൽകും. തുടർന്ന് സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ യജ്ഞദീപം തെളിയിക്കും. ദേവി ഭാഗവതം നവാഹം വളരെ അപൂർവമായി ഉത്തര കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിലും സാധാരണ നിലയിൽ അർച്ചിക്കാൻ ചെയ്യാത്ത പല പൂജാക്രമങ്ങളും ഈ യജ്ഞവേദിയിൽ നടത്തുവാനുള്ള സൗകര്യമുണ്ട്. ആചാര്യവരണം, ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവ നടക്കും. 22 മുതൽ 29 വരെ എല്ലാ ദിവസവും രാവിലെ 5:30 ഗണപതി ഹോമം, 6 മണിക്ക് ലളിത സഹസ്രനാമജപം, ഗ്രന്ഥപൂജ, 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും, ഉച്ചയ്ക്ക് 12 ഉച്ചപൂജയും, 12:30 മുതൽ അന്നദാനവും, വൈകിട്ട് 6:45 ദീപാരാധനയും, രാത്രി 8 നിറമാലയും നടക്കും. 24 രാവിലെ 10 ധന്വന്തരി ഹോമം, 25 രാവിലെ 10 ഗായത്രി ഹോമം, 26 വൈകിട്ട് 6 സർവൈശ്വര്യ പൂജ, 27 രാവിലെ പാർവതി സ്വയംവര ഘോഷയാത്ര, വൈകിട്ട് 5:30 മുതൽ വിദ്യഗോപാല മന്ത്രാർച്ചന, 28 രാവിലെ 10 നവഗ്രഹ പൂജ, 29 രാവിലെ 10 മൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് കുമാരി പൂജ, 30 രാവിലെ 5 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 10 തുളസി പൂജ, ഗായത്രി സഹസ്രനാമാർച്ചന, 11 കലശപൂജ, അഭിഷേകം, മംഗളാരതി, 11:30 യജ്ഞസമർപ്പണം, ആചാര്യ ദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം, വൈകിട്ട് ഗ്രന്ഥം വെപ്പ് പൂജ, 7 മാവുങ്കാൽ പ്രഗതി സ്കൂൾ ക്ലാസിക്കൽ ആർട്സ് അവതരിപ്പിക്കുന്ന നൃത്താർച്ചന. ഒക്ടോബർ 1 മഹാനവമി രാവിലെ 8 വാഹനപൂജ, 9:30 മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്ക് പൂജ, 11 ഭക്തിഗാനമേള, വൈകിട്ട് 7 റാണിപുരം പെരുതടി മഹാദേവ ഭജനാ സംഘം അവതരിപ്പിക്കുന്ന ഭജനാമൃതം, വിജയദശമി ദിനത്തിൽ രാവിലെ 7 ഗ്രന്ഥമെടുപ്പ്, തുടർന്ന് വിദ്യാരംഭം, വൈകിട്ട് 7 ക്ഷേത്രപരിധിയിലെ കലാകാരന്മാരുടെ നൃത്തങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി നാരായണൻകുട്ടി നായർ, ജനറൽ കൺവീനർ കെ കൃഷ്ണൻ മാസ്റ്റർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, ട്രഷറർ കെ വി കൃഷ്ണൻ, പബ്ലിസിറ്റി ചെയർമാൻ എൻ വി മനോഹരൻ, പി സുധാകരൻ നായർ, ബി നാരായണൻ, പി വി ഉദയകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MVS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഗ്രന്ഥശാല ദിനാചരണവും അനുമോദനവും നടന്നു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. MVS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം മാച്ചിപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലാ ദിനത്തിന്റെ ഭാഗമായാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏകദേശം കുട്ടികളും മുതിർന്നവരും അടക്കം പുസ്തകങ്ങളടക്കം കൃത്യമായി തന്നെ എടുത്തുകൊണ്ട് പോവുകയും വായിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ഇടപെടലും നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, പലപ്പോഴും സമയം കണ്ടെത്താത്ത, കുറച്ച് നേരം ഒരു ദിവസം ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും വായിക്കുന്നതിനാവശ്യമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. വൈകുന്നേരം എനിക്കൊന്നു സ്ത്രീകൾ നമ്മൾ പൊതുവേ കളിയാക്കി പറയും, ഒരു 5 മണി 5:30 അല്ലെ 6 മണി കഴിഞ്ഞാൽ പിന്നെ TV-യുടെ മുമ്പിലാണ്. ഏതാണ്ട് 9:30-10 മണി വരെ, ഒരു 9 മണി വരെയൊക്കെ, 9-9:30 വരെയൊക്കെ ഏകദേശം TV-യുടെ മുമ്പിലാണ്. പക്ഷേ കുറേ മാറി. നമ്മളിത് എത്ര കുറ്റം പറഞ്ഞാലും നമുക്കറിയാം, കുറേ ആളുകൾ അതിൻ്റെ ഭാഗമായി ഇപ്പോഴും വരും. നമ്മളൊന്നും കാണാത്തതുകൊണ്ട് നിർത്താൻ അറിയില്ല. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി ദിലീപ് കുമാർ,
വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AK രാജേന്ദ്രൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു. അനില വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സജിനിമോൾ, AK രാജേന്ദ്രൻ, സുരേഷ് ബാബു, K പത്മനാഭൻ, അനിത ദിനേശൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അനന്തു കൃഷ്ണ സ്വാഗതവും അനിത ദിനേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16-കാരനെ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നിലവിൽ വിവിധ ജില്ലകളിലായി 16 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് മല്ലപ്പച്ചേരിയിൽ കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിട്ട് രോഗബാധിതരായ നിർധന കുടുംബം. ഈ മാസം 22-നകം വീട്ടിൽ നിന്ന് താമസമൊഴിയാനാണ് ഏലിയാമ്മ തോമസിന്റെ കുടുംബത്തിന് നൽകിയ നിർദ്ദേശം. പഞ്ചായത്ത് ധനസഹായത്താൽ നിർമ്മിച്ച വീട്ടിൽ കഴിയുന്ന കുടുംബം ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് കഴിയുന്നത്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കിണർ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു. പരിസരവാസികൾ ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്നതും ദയനീയമായ അവസ്ഥയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് 19-ന് ജനങ്ങൾക്കായി തുറന്നു നൽകും. ഏറെ നാളത്തെ ജനങ്ങളുടെ ഗതാഗത കുരുക്കിനെയാണ് ഇതോടെ പരിഹാരമാക്കുന്നത്. കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എന്നാരോപിച്ച് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദയാത്ര സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്ര നടക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂരടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. പാർട്ടി പറഞ്ഞു, സഹോദരങ്ങൾ ഏറ്റെടുത്തു. പച്ചക്കറി കൃഷിയിൽ തുടർച്ചയായി 100 മേനി വിളവുമായി രാവണേശ്വരത്തെ സഹോദരങ്ങളായ രാധാകൃഷ്ണനും മഞ്ജുനാഥും. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആശയവുമായി CPIM-ന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും കർഷക സംഘത്തിന്റെയും ആഹ്വാനമനുസരിച്ചാണ് ഇവർ ഇത്തവണ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.